കോട്ടയം തിടനാടിന് സമീപം മൂന്നാം തോട്ടിൽ കല്ലിങ്കിനടിയിൽ കുരുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മൂന്നാം തോട് കുരിശുപള്ളി ചിറ്റാറ്റിൻകര റോഡിലെ തോടിനോട് ചേർന്നുള്ള കല്ലിങ്കിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് സ്വദേശി കൂലിപ്പണിക്കാരനായ ലക്ഷ്മണൻ എന്നയാളുടെ മൃതദേഹമാണ് ഇതെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. പോലീസ് സ്ഥലത്തെത്തി. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, എങ്ങനെയാണ് ഇദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്? മാത്രവുമല്ല, ലക്ഷ്മണന്റെ തന്നെ മൃതദേഹമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പ്രാഥമികമായി ഇദ്ദേഹത്തിന്റെ തന്നെ മൃതദേഹമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. തിടനാടിന് സമീപം മൂന്നാം തോട്ടിലാണ് കല്ലിങ്കിനടിയിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. മൂന്നാം തോട്ട് കുരിശുപള്ളി ചിറ്റാറ്റിൻകര റോഡിലെ തോടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് കൂലിപ്പണികൾ എത്തിയിട്ട് ഇവിടെ കൂലിപ്പണി നടത്താൻ വേണ്ടി എത്തിയിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 2 ദിവസത്തോളം പഴക്കം ഈ മൃതദേഹത്തിനുള്ളതായി കണക്കാക്കുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീ ഇന്ന് രാവിലെ അവിടെ വസ്ത്രം അലക്കുന്നതിന് വേണ്ടി എത്തുകയും ആ സ്ത്രീ തന്നെയാണ് ഇത് കണ്ടെത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഒരുപക്ഷെ മദ്യപിക്കവേ മദ്യപാനം നടത്തുന്നതിനിടയിൽ ഈ തോട്ടിലേക്ക് മറിഞ്ഞു വീണതാകാം. അങ്ങനെയായിരിക്കാം മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ മരണത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മൃതദേഹം ഇയാളുടേത് തന്നെയാണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്.